ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, അതായത് നീറ്റ് 2026 2027 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് മസ്റ്റായിട്ട് കാണാം. കാര്യം ഒരു 1 ഇയർ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഇത്രയും കാലമായിട്ട് യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. വിത്ത് എക്സാമ്പിളാണ്, എക്സാമ്പിൾ രീതിയിലാണ് പറഞ്ഞുതരുന്നത്. ഞാൻ ഉപയോഗിച്ച മെറ്റീരിയൽസും, ഞാൻ ഉപയോഗിച്ച NCERTയും, ഞാൻ ഉപയോഗിച്ച ഷോർട്ട് നോട്ടും എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരാതെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാതെ, അത് ഞാൻ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരും. ഫിസിക്കലി നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കാര്യം ബുക്ക് അറേഞ്ച് ചെയ്യണം, അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷോർട്ട് നോട്ടൊക്കെ നമ്മുടെ ഷോർട്ട് നോട്ടൊക്കെ എൻ്റെ വീടിൻ്റെ ഒരു സൈഡിലായിരുന്നു. അതൊക്കെ എടുത്തിട്ട് അതൊക്കെ നമ്മളിന്ന് എന്താ പറയുക, അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എഫേർട്ടിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ MBBS വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അവരുടെ പാരൻസ് ആണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റുഡൻസിനോടൊക്കെ കാര്യങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കണം 1 ഇയർ ജേർണി എന്നുള്ളതാണ്. ഫ്രം ദി ബേസ് ഇറ്റ്സെൽഫ് ഞാൻ പറയാം. ഡെയിലി ഷെഡ്യൂൾ, വീക്ക്ലി ഷെഡ്യൂൾ, മന്ത്ലി ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം. ഇപ്പോൾ ഡെയിലി ഒരു സ്റ്റുഡൻറ്റ് എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാവും. രാവിലെ മുതൽ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എന്താണ് ചെയ്യുക? നോർമലി 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? ക്ലാസ് കേൾക്കുമ്പോൾ 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ടൈപ്പ് 1 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലാസ് കേൾക്കുമ്പോൾ പാസീവായിട്ട് ക്ലാസ് കേൾക്കും, നോട്ട് എഴുതില്ല, പ്രിന്റഡ് നോട്ടിൽ കയ്യിലുണ്ടാവും. ഓക്കെ, പ്രിന്റഡ് നോട്ട് കയ്യിലുണ്ടാവും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കേൾക്കും, അതിന്റെ കൂടെ നോട്ടും എഴുതും. അപ്പൊ ഞാൻ ആ ടൈപ്പ് 2 ആണ്. ഞാൻ ടൈപ്പ് 2 ആയിരുന്നു. അപ്പൊ എന്റെ നോട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കെമിസ്ട്രിയുടെ നോട്ടാണ്. കെമിസ്ട്രി റിയാക്ഷൻ മെക്കാനിസത്തിന്റെ നോട്ടാണ്. ഞാൻ ഓരോ ചാപ്റ്ററിനും ഓരോ നോട്ടായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലെക്ചർ നോട്ടൊക്കെ തരുന്നുണ്ടാകും. പക്ഷെ ഞാൻ പറയുമ്പോൾ എൻ്റെ രീതിയിൽ നിങ്ങൾ ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് എഴുതുക. നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് ഒന്നും വാങ്ങേണ്ട ആവശ്യം, ഒരു എന്താ പറയുക, ന്യൂസ് പ്രിന്റിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ന്യൂസ് പ്രിന്റിൽ എഴുതിയാൽ മതി. പേജസ് ഒക്കെ പോന്നിട്ടുണ്ട് ഇതിന്റെ. അപ്പോൾ ഇത് റിയാക്ഷൻ മെക്കാനിസത്തിന്റെ നോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കെമിക്കൽ കൈനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണ്. കെമിക്കൽ കൈനറ്റിക്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഒരു ചാപ്റ്റർ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലാസ് കേട്ടു, ഈ കെമിക്കൽ കൈനറ്റിക്സിന്റെ 5 പാട്ടുണ്ടെങ്കിൽ 5 പാട്ട് കേട്ട് തീർത്തു. 5 പാട്ട് കേട്ട് തീർത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുക? യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോൾ ഈ 5 പാട്ട്, ഈ ഒരു പേജോട് കൂടി 5 പാട്ട് തീർന്നു. പിന്നെ ഈ 2 പേജ് എന്തിനാ ഞാൻ ബ്ലാങ്ക് ആക്കി ഇട്ടതാണ്. എന്തിനാണത്? യെസ്, അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി. മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയല്ലോ, ആ മിസ്റ്റേക്ക് ബുക്കാണിത്. ആ നോട്ടിന്റെ ഇതിൽ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എക്സാമ്പിൾ രീതിയിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ ഇവിടെ എഴുതാം. ഇമ്പോർട്ടൻ്റ് തിയറിയും കോൺസെപ്റ്റും ഇവിടെ എഴുതും ചെയ്യാം. ഓക്കെ, അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഇങ്ങനെ ചെയ്യും. ബയോളജിക്ക് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇക്വേഷൻ ബുക്കും കാര്യങ്ങളൊന്നുമില്ല. ഇക്വേഷൻ ബുക്കല്ല, മിസ്റ്റേക്ക് ബുക്കും കാര്യങ്ങളൊന്നും. അപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഫിസിക്സ് നിങ്ങളിപ്പോൾ ക്ലാസ് കേട്ടാൽ ഉടൻ തന്നെ നോട്ട് എഴുതി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം ബോക്സ് ഇട്ട് വെച്ച്, ഞാൻ ആൾറെഡി എക്സാമ്പിൾ കാണിച്ചതാണ്. ഇക്വേഷൻസ് എല്ലാം ബോക്സ് ഇട്ട് വെച്ചു. പിന്നെ വീക്കിൽ എക്സാം വരുമ്പോൾ അതൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പം നോട്ട് റിവൈസ് ചെയ്യാം. പക്ഷെ ഞാൻ റിവൈസ് ചെയ്തിരുന്നത് മൈൻഡ് മാപ്പ് ആണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ അടുത്ത മൈൻഡ് മാപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഈ സെയിം മൈൻഡ് മാപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് സൈലത്തിന്റെ മൈൻഡ് മാപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. സൈലത്തിന്റെ മൈൻഡ് മാപ്പാണിത്. നിങ്ങളെ കയ്യിലുണ്ടാവും ഒരു പക്ഷേ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മൈൻഡ് മാപ്പ് തന്നെയാണ്. ഞാൻ ഇതെങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ വീക്കിലി എക്സാം അടുത്തു. വീക്കിലി എക്സാം ആയി. അപ്പോൾ വീക്കിലി എക്സാം ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ മന്ത്ലി എക്സാം ആയി. വീക്കിലി എക്സാമിന്റെ കാര്യം പറയാം, മന്ത്ലി എക്സാമിന്റെ കാര്യം അടുത്ത് പറയാം. അപ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ എല്ലാം ഒരു തവണ റീകളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്നത് മൈൻഡ് മാപ്പാണ്. അപ്പോൾ ഈ മൈൻഡ് മാപ്പിൽ ഒറ്റ നോട്ടത്തിൽ എല്ലാ കാര്യവും തീരും. അപ്പോൾ എക്സാമിന്റെ ഒരു 2 മണിക്കൂർ മുന്നൊക്കെ ഇതിന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്, നല്ല മാർക്ക് കിട്ടും. പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ് കേട്ടോ ഇത്. എനിക്ക് നീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ
ഒരു എന്താ പറയുക ഇത് വായിച്ചിട്ടുള്ളത് സൈലത്തിന്റെ മൈൻഡ് മാപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് +1 +2 ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇതാണ് വീക്കിലി എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ മുന്നേ ചെയ്യേണ്ട കാര്യം. പക്ഷേ നമ്മൾ അതല്ല, നമ്മൾ എക്സാമിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ക്ലാസ് കേട്ടു, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് കേട്ടു, അതിന്റെ കൂടെ നോട്ട് എഴുതി. ഞാൻ നിങ്ങൾക്ക് എൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നതാണ്. ആ നോട്ട് എഴുതിയത് നമ്മൾ ജസ്റ്റ് നോട്ട് എഴുതി ക്ലാസ് കേട്ട് നോട്ട് എഴുതി ഞാൻ പറഞ്ഞ ഈ മറ്റേ നമ്മളെ ഈ ബുക്ക് മാത്രം റിവൈസ് ചെയ്താൽ മതിയോ? പോരാ. നമ്മൾ എന്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അപ്പൊ ഞാൻ യൂസ് ചെയ്ത ഒരുപാട് ബുക്സ് മെറ്റീരിയൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡെയിലി 25 ക്വസ്റ്റ്യൻസ് പെർ സബ്ജക്ട്, പെർ ചാപ്റ്റർ അല്ല പെർ സബ്ജക്ട് ഡെയിലി. അതായത് ഒരു ദിവസം ഒരു ചാപ്റ്റർ എടുക്കുള്ളൂ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയിലും ചെയ്യണം 25 ക്വസ്റ്റ്യൻസ്. ബയോളജിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്ര റെക്കമെൻഡഡ് അല്ല. ഞാൻ അത്ര അത് ചെയ്യണമെന്ന് പറയില്ല. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് നിങ്ങൾ സെറ്റാണ്, അത് ചെയ്യണം. ഞാൻ ഒരു മെറ്റീരിയൽ കാണിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്കാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബുക്കാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഈ ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ബുക്കൊക്കെ ഉണ്ടാവും നിങ്ങൾ പ്രീവിയസ് ഇയറിന്റെ. അപ്പോൾ ഇത് സൈലത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്കാണ്, ഞാൻ ചെയ്തിരുന്ന ബുക്കാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കെമിസ്ട്രിയുടെ ഇതാണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ബുക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഏതൊക്കെ ഇയറിൽ ഓരോ ചാപ്റ്റർ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പക്ഷെ അതൊന്നല്ല നമുക്കതൊന്നല്ല വേണ്ടത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സം ബേസിക് കോൺസെപ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സം ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഈ സം ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ സം ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ ചെയ്യണേ എങ്ങനെ ചോദിച്ചു. സം ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഏതൊരു ചാപ്റ്ററും ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ അത് കംപ്ലീറ്റ്ലി സൊല്യൂഷൻ ആക്കിയിട്ട് എഴുതുക. ജസ്റ്റ് റഫായിട്ട് എഴുതിയാൽ മതി, വൃത്തിയൊന്നും വേണ്ട. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ പിന്നെന്ത് ചെയ്യുക, ബാക്ക് അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി മറിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ സൊല്യൂഷൻ്റെ ഏരിയ എടുത്തിട്ട് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രം കാണാവുന്ന രീതിയിൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് അത് നോക്കുക. 1A ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടിയ ആൻസർ ഒന്നും കറക്റ്റ് ആണെന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതിലത്തെ സൊല്യൂഷൻ നോക്കുക. എന്നിട്ട് എവിടെ ടിക്കലുണ്ട്, ഇതിൽ പോയിട്ട് ഇതിലത്തെ എ അല്ല ടിക്കലുണ്ട്. മനസ്സിലായില്ലേ? ഇതിലുള്ള 1ന്റെ അവിടെയാണ് ടിക്കലുണ്ട്. 1ന്റെ അവിടെ ടിക്കില്ല. ഇത് എ ടിക്കിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ സെയിം ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ വീക്കിലി എക്സാം ആകുമ്പോഴും അതുപോലെ തന്നെ മോഡൽ എക്സാം ആകുമ്പോഴും പിന്നെ നീറ്റിന്റെ ഫൈനൽ മോക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ സെയിം ബുക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ ആൾറെഡി ആൻസർ കാണുമ്പോൾ എന്താണ്, നമുക്കത് പിന്നെ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. പിന്നെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ അത്ര ഇതല്ലല്ലോ. കാര്യം നമുക്ക് ആൾറെഡി ആൻസർ അറിയാന്നുള്ള ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യൂല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ട് കേൾക്കണം. പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റുഡൻസിനോട് പറയരുത് ഈ കാര്യങ്ങൾ. ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ അതുപോലെ തന്നെ. ഇത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ബുക്ക് എടുത്ത് ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ബുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും മിക്സ്ഡ് ബുക്ക് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മിക്സ്ഡ് ബുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്ര റെക്കമെൻഡ് അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഫുൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇനീഷ്യൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഈ വീക്കിലി എക്സാമിന് വേണ്ടിയിട്ടും മന്ത്ലി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ബുക്കാണ്. അപ്പോൾ ഇത് സൈലത്തിന്റെ ബുക്കാണ്. ആൾറെഡി അതിൽ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ബുക്ക് യൂസ് ചെയ്യുക. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് 2 ടോപ്പിക് ആയിരിക്കും എടുക്കുക. അപ്പോൾ ആ ടോപ്പിക്ക് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ പോരാ നമുക്ക്. അല്ലാതെ നമ്മളിപ്പോൾ മിക്സ്ഡ് ബുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ടോപ്പിക്ക് ഏതാന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ ടൈം എടുക്കുന്ന കാര്യങ്ങളാണ് അല്ലേ, ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീക്ക്ലി എക്സാമിന് വേണ്ടി പഠിച്ചു. അപ്പോൾ വീക്ക്ലി എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു. എങ്ങനെ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നു, നോട്ട് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നു. ഓക്കെ, പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് NCERT റീഡ് ചെയ്യണം. അപ്പോൾ NCERT റീഡ് ചെയ്യണം. അപ്പോൾ NCERT അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് NCERT റീഡ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞു, ആദ്യം ഒരിക്കലും NCERT റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ബയോളജിക്ക് ഇനീഷ്യൽ നിങ്ങൾ NCERT തന്നെയാണ് റീഡ് ചെയ്യേണ്ടത്. ബയോളജിക്ക് നിങ്ങൾ NCERT തന്നെയാണ് റീഡ് ചെയ്യേണ്ടത്. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിക്കും NCERT റീഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ബയോളജിൻ്റെ ടെക്സ്റ്റ് കാണിക്കാം. ഇതാണ് ബയോളജി +2 ടെക്സ്റ്റ് ആണ്. ഇതുപോലെ ആയിരിക്കണം നിങ്ങളൊരു ബയോളജി ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് തീരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബുക്ക് എന്ന് പറയുന്നത്. കാര്യം ആകെ കീറി പറഞ്ഞിട്ടാണ് ഈ ബുക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിട്ടാൽ പോരും, അടിക്ക് ചാടും. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നിങ്ങൾ എൻ്റെ ബുക്ക് നോക്കി എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സാമിന് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഞാൻ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞല്ലോ. അത് ഫിസിക്സും കെമിസ്ട്രിക്കും ആൾറെഡി നമ്മൾ ചെയ്തു. പക്ഷെ ഇതിൽ ബയോളജിക്ക് നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റ് തന്നെയാണ് നിങ്ങൾ വായിക്കുക. അപ്പോൾ ഇവിടെ സൈഡിൽ എഴുതി വെക്കുക.
ഓക്കെ, തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ഈ ബുക്കിന്റെ ഒരു കോലം നോക്കി നിങ്ങൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ബുക്ക്. അത്രയും തവണ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കണം. ബുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഏതാണ് ചാപ്റ്റർ എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ ഏതാണ് ചാപ്റ്റർ എന്ന് അറിയാൻ പറ്റുന്ന രീതിയിൽ അത്രയും തവണ നിങ്ങൾ NCERT റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഇതാണ് എൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. എല്ലാ കാര്യം ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് DNA ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ പഠിച്ച ടൈമിൽ എഴുതി വെച്ചതാണ്. ഇത് ഇപ്പോഴും എനിക്ക് അറിയാം. ജസ്റ്റ് ഇപ്പോൾ അറിയാമെന്ന് കഴിഞ്ഞാൽ കാണാതെ അറിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് സമ്മറിയാണ്. സമ്മറി വായിക്കണം. ഓക്കെ, സമ്മറി വായിച്ചു. പിന്നെ എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ബയോളജി, ഡെഫിനറ്റ്ലി ബയോളജി അങ്ങനെ പഠിച്ചു. ബയോളജി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്കുള്ളത് കെമിസ്ട്രിയാണ്. ഓക്കെ, കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ NCERT റീഡ് ചെയ്തില്ല. പക്ഷേ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് മസ്റ്റ് ആയിട്ട് NCERT റീഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ. ഇത് ഏതാണ് ചാപ്റ്റർ? ഇത് P ബ്ലോക്ക് അല്ലേ? ഒരു മിനിറ്റ്, എസ് ബ്ലോക്ക്. ഓക്കെ, എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ എസ് ബ്ലോക്കിൽ തെറ്റിപ്പോയ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മേലെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ബയോളജി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. പിന്നെ ഈ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രെൻഡുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ട്രെൻഡുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ തന്നെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് P ബ്ലോക്കിനാണോ? അതാ ട്രെൻഡ്, ഡെൻസിറ്റിന്റെ ഓർഡർ ആണിത്. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡെൻസിറ്റിന്റെ ഓർഡർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ NCERT നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് അവിടെ ഒക്കെ ട്രെൻഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി റീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററൊക്കെ ചില ചാപ്റ്ററൊന്നും തീരെ റീഡ് ചെയ്തില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ബുക്ക് കംപ്ലീറ്റ്ലി യൂസ്ഡ് ആണ്. ഈ പേജ് ഒന്ന് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫ്രഷ് പേജില്ലേ, ഫ്രഷ് പേജ്. അപ്പം എന്താ ഇത് റീഡ് ചെയ്യാത്ത കാര്യം എന്താ? ഇത് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം റീഡ് ചെയ്താൽ മതി. ഓർഗാനിക് ഒരു തവണ റീഡ് ചെയ്യുന്നത് നല്ലതാണ്. ആ ടൈമിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഞാൻ വേറെ സാധനം ഉണ്ട് എൻ്റെ, അത് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, സൈലത്തിന്റെ NCERT ക്രാക്കർ ഉണ്ട്. അത് അടിപൊളി സാധനമാണ്, ഞാൻ കാണിച്ചു തരാം. ബുക്കാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ചില ഭാഗങ്ങളൊന്നും തീരെ റീഡ് ചെയ്തില്ല. കാര്യം എന്താ വെച്ചാൽ അത് ആവശ്യമില്ല. ഇനോർഗാനിക് കെമിസ്ട്രി ബയോളജി വായിക്കുന്ന പോലെ മൾട്ടിപ്പിൾ ടൈം ഓർഗാനിക് കെമിസ്ട്രി ഒരു ഇതാണ്. ഓക്കെ, ഇത് മാത്രം മതി. പിന്നെ അതിനുശേഷം അണ്ടർലൈൻ ചെയ്ത് ഓർഗാനിക് കെമിസ്ട്രി അണ്ടർലൈൻ ചെയ്ത കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ NCERT കാര്യം പറഞ്ഞപ്പോൾ സൈലത്തിന്റെ NCERT ക്രാക്കർ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഈ വർഷം ലോഞ്ച് ചെയ്തതാണ്. അപ്പൊ ഞാനും അനന്ത് സാറും ഉള്ള ഇന്റർവ്യൂവിൽ അനന്ത് സാർ പ്രത്യേകം പറയുന്നുണ്ട് NCERT ക്രാക്കർ. ഞാൻ ഇതിൽ നോക്കിയത് വളരെ നല്ലൊരു എന്താ പറയുക ഇന്നോവേഷൻ തന്നെയാണ്. സൈലത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വളരെ നല്ല ഇന്നോവേഷൻ തന്നെയാണിത്. ഈ NCERT ക്രാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കെമിസ്ട്രി എടുക്കാം. കെമിസ്ട്രിയിൽ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കെമിസ്ട്രി എന്താ കാണാൻ പറ്റുന്നത്? സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിന്റെ സെയിം NCERT പേജ് ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താ? അതിലേറെ നല്ല നമുക്ക് NCERT വാങ്ങിക്കൂടെ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. പക്ഷെ അതല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു NCERT ഞാൻ ചില ഭാഗമൊന്നും റീഡ് ചെയ്തില്ല. പക്ഷെ അങ്ങനത്തെവർക്ക് ഇത് ഉപകാരപ്പെടും. കാര്യം ആ പേജിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ആൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജ് കിട്ടും. രണ്ടാമത്തെ പേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഉണ്ട്. നോക്കട്ടെ, യെസ്, ബോട്ടണി. ഇത് ബോട്ടണിന്റെ ആണ്. ഓക്കെ, ബോട്ടണിന്റെ ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. യെസ്, ഇതേതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ കാര്യം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ ആൻസർ കീ കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, സമ്മറിയും കാര്യങ്ങളൊക്കെ എല്ലാം. അപ്പൊ അതായത് ഇതിലുള്ളൊരു സ്റ്റുഡന്റ്, ഈ ഒരു ബുക്ക്, ഈ ഒരു സാധനം ഉള്ള ഒരു സ്റ്റുഡന്റ് NCERT വാങ്ങണ്ട എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സും അതുപോലെ തന്നെയാണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾക്ക് ആൾറെഡി പറഞ്ഞു തന്നു. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വീക്കിലി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, നോട്ട് എഴുതി. എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ ബയോളജി റീഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, മിസ്റ്റേക്ക് ബുക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മന്ത്ലി എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. റിവൈസിങ് കാര്യങ്ങൾ ആൾറെഡി പറഞ്ഞതാണ്. സൈലത്തിന്റെ എന്താണ് മൈൻഡ് മാപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സെയിം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്യുക, വീക്കിലി എക്സാമിനും മന്ത്ലി എക്സാമിനും പോവുക. മന്ത്ലി എക്സാമിന് എങ്ങനെ പഠിക്കുക വെച്ച് കഴിഞ്ഞാൽ സെയിം കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈലത്തിന്റെ ആ എന്താ പറയാ, ഞാൻ മൈൻഡ് മാപ്പാണ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ വേണമെന്നെങ്കിൽ ബുക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് സൈലത്തിന് എന്താണ്, കെമിസ്ട്രീന്റെ മൈൻഡ് മാപ്പാണ്, ക്ലാസ് 12ന്റെ. അപ്പോൾ ഇത്
എന്താ പറയാ ഈ സെയിം സാധനം തന്നെയായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റീകളക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ഒക്കെ ഒരു 2 മണിക്കൂർ മുന്നേ ഇത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും റെഡി ആവും. കാര്യം ഞാനൊക്കെ അങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ വീക്കിലി എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അത്ര ഹെൽപ്ഫുൾ ആയെന്ന് തോന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വീക്കിലി എക്സാം 1-2 ചാപ്റ്റർ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മോഡൽ എക്സാമിനൊക്കെ ഒരുപാട് ടോപ്പിക് വരും. അപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഹെൽപ്പ്, ഇതിന്റെ ഒരു യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു മന്ത്ലി എക്സാമിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. മന്ത്ലി എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം വരും. മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അപ്പോൾ ആൾറെഡി നമ്മൾ ഒരുപാട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ നമ്മുടെ കയ്യിൽ. ഇത്രയും നോട്ട്, ഒരുപാട് ബണ്ടിൽ ഓഫ് നോട്ട് ഇതൊക്കെ ഞാൻ എഴുതി വെച്ച നോട്ടുകളാണ്. അപ്പോൾ ഒരുപാട് നോട്ടുകളുണ്ട്. അപ്പോൾ ഈ നോട്ട് ഉണ്ട്, ഈ ബുക്ക് ഉണ്ട്, ഇതിൽ ഏത് റിവൈസ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് നമ്മളെ പ്രീവിയസ് ഇയർ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നോട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. അതെന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ആൾറെഡി ചെയ്തു വെച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആൾറെഡി ചെയ്തു വെച്ച ക്വസ്റ്റ്യൻസ് തുടക്കത്തിനെ ചെയ്തു പോവുക. ഓക്കെ, തുടക്കത്തിനെ ചെയ്തു പോവുക. അത് ഒരു ഓപ്ഷൻ ആണ്. തുടക്കത്തിനെ ചെയ്തു പോയിട്ട് ഇങ്ങനെ നോക്കുക ടൈമിനനുസരിച്ച്. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ഇയറിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് മസ്റ്റായിട്ട് കേൾക്കുക. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മോഡൽ, നീറ്റിന്റെ മോഡലൊക്കെ അതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ എത്ര ടോപ്പിക് ഉണ്ട് എന്ന് 1 2 3 4 5 6 ടോപ്പിക്കാണ്. 6 ടോപ്പിക് ഉണ്ട്. ഒരു ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ. അപ്പൊ ഏകദേശം 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ആവും. 6 5 30. ഇൻ ടോട്ടൽ ഇത് എത്ര, 60 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഒരു ടോപ്പിക്കിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ മതി. അപ്പൊ 24 ക്വസ്റ്റ്യൻ. അതിലെ ടൈം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആയാലും ടൈമിന്റെ കുറവുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യും? ഒരുപാട് ടോപ്പിക് വരുമ്പോൾ എങ്ങനെ ചെയ്യും? ഒരു ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. അപ്പൊ 6 4 24 6 ടോപ്പിക് ഉണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 24 ക്വസ്റ്റ്യൻ ടോട്ടൽ ചെയ്യും. അപ്പോൾ 6 ടോപ്പിക് ഉണ്ടെങ്കിൽ 6 റൗണ്ട് നിങ്ങൾ ഈ ഒരു ഇത് ചിറ്റണം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ ഇതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല ചെയ്യേണ്ടത്. പിന്നെ അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ ഇതിലുള്ള ഫസ്റ്റ്, അങ്ങനെ എല്ലാ ടോപ്പിക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ലിമിറ്റ് വെക്കുക. ഒരു ചാപ്റ്റർ 2 മണിക്കൂർ കൊണ്ട് തീർക്കണം. മിനിമം 24 ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും 4 ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ആക്കുക. അപ്പൊ 2 മണിക്കൂറാണ് നമ്മുടെ ടൈം ലിമിറ്റ്. അപ്പൊ അതിൽ 1 മണിക്കൂർ കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അഡീഷണലാണ്. അപ്പൊ വീണ്ടും ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ഓരോ റൗണ്ട് അടിക്കുക. എപ്പോഴാണോ നിങ്ങളുടെ ടൈം എത്തുന്നത് ആ ടൈമിൽ നിങ്ങൾ നിർത്തുക. ഓക്കെ, എൻ്റെ ഒരു മെത്തേഡാണിത്. പിന്നെ മൾട്ടി ടാസ്കിങ് കൊണ്ട് ഒരുപാട് ബുക്ക് വെച്ചിട്ട് ഫിസിക്സിന് കുറച്ച് ക്വസ്റ്റ്യൻ, കെമിസ്ട്രിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ, ബയോളജിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ, അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, വരുന്ന വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സെയിം കാര്യം തന്നെ ഇതുപോലെ തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻ മറ്റിൽ നിന്നും ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻ മറ്റിൽ നിന്നും ചെയ്യുക, കെമിസ്ട്രി ഫിസിക്സിന്നോ എവിടെ നിന്ന് ചെയ്യാം. അപ്പൊ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല എങ്ങനെ പഠിക്കുന്നത്. മെറ്റീരിയൽ വിത്ത് മൈ NCERT വിത്ത് മൈ നോട്ട്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ്, പ്രീവിയസ് ഇയർ ബുക്ക് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഉണ്ട് ഈ ഒരു വീഡിയോന്റെ പുറകിൽ, ഒരുപാട് എഫേർട്ട് ഉണ്ട്. കാര്യം മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യണം. എന്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആൾറെഡി എന്താ പറയാ ഒരുപാട് വേറെ എവിടെയൊക്കെ എടുത്ത് വെച്ച റാക്കിലൊക്കെ എടുത്ത് വെച്ചതായിരുന്നു. അത് ആകെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സെറ്റാക്കി എടുക്കണം. പിന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. നിങ്ങളാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്. ഒരുപാട് വീഡിയോസ് ചെയ്യും, MBBS വ്ളോഗും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും എഫേർട്ട് ഉണ്ടായതുകൊണ്ട് കാരണം തന്നെയാണ്. കാര്യം അത്രയും അധികം എഫേർട്ടുകൾ ഉണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. ഒരുപാട് മെഡിക്കോ റീലുകളൊക്കെ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.